നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക പായസം അഥവാ ചക്ക പ്രഥമനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യമേ നമ്മളൊരു 2 ഉണ്ട ശർക്കര എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ശർക്കര ഉരുകി ലായനിയായി വന്നതിന് ശേഷം നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിനകത്തേക്ക് ചൗവരി ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ്, കറുത്തമുന്തിരി ഇട്ട് കൊടുക്കുക. കറുത്തമുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് കോരി മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ നിറമൊന്ന് മാറി അതേ കൂട്ട് തന്നെ നമ്മുടെ മുന്തിരി ഒന്ന് ബോൾ കൂട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കോരി മാറ്റി വെക്കാം. ഇനി ഇത് പായസം ഉണ്ടാക്കി ഏറ്റവും അവസാനം മാത്രം നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും വറുത്ത അതേ നെയ്ക്കകത്തേക്ക് നമുക്ക് ചക്കച്ചുള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ചക്കച്ചുള 2ആക്കി വട്ടം കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചക്കച്ചുള നന്നായിട്ട് വഴന്ന് അതിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചക്കച്ചുളയും ശർക്കര പാനീയം കൂടെ ഒരു 10 മിനിറ്റ് കിടന്ന് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളക്കട്ടെ. അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനീയവും ചക്കയും കൂടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. മൂന്നാം പാലിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ചൗവരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചൗവരി ഇടുമ്പോൾ പായസം ഒന്നുകൂടി ഒന്ന് കുറുകും. നമ്മളിവിടെ ഒരു 50 ഗ്രാം ചൗവരി എടുത്ത് നമ്മുടെ വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തേക്കുവാണ്. ചൗവരി ഇട്ടതിന് ശേഷം പായസം ഒന്ന് കുറുകും. അപ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2-ാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനുള്ള ജീരകവും ഏലക്കയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പായസം ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തലപ്പാൽ അല്ലെങ്കിൽ 1-ാം പാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൊണ്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. 1-ാം പാൽ ഒഴിച്ച് ഒരു 1 മിനിറ്റ് നമുക്ക് ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു ചെറിയ തിള പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പായസം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് പായസം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ്. പായസം വെച്ച പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഉരുളിക്കടിയിലെ ചൂട് കൊണ്ട് പായസം വീണ്ടും കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പായസം വെക്കുന്ന പാത്രത്തിൽ അധികം നേരം നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല. അപ്പം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി നല്ല പഴുത്ത ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഈ ചക്ക പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.